ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന പുതിയ ജോബ് നോട്ടിഫിക്കേഷനെ പറ്റി പറയാനാണ്. അപ്പം ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 12/6/2026, ക്ലോസിംഗ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ 22/6/2026 വരെയാണ്. അപ്പം പേയ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ പറയുന്നത് 12/6/2026 22/6/2026 ഇടയിലാണ്. ഡേറ്റ് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ ആണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ സാലറി പാക്കേജ് പറയുന്നത് 81,000 രൂപകളാണ് സാലറി പാക്കേജ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. മെയിൻ ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വലിയ ലോങ് വീഡിയോ ആയിപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ. അപ്പം നിങ്ങളിത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പോസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 20-28 വയസ്സിനുമാണ്. അപ്പം കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഓൺ NATS പോർട്ടൽ ആർ എലിജിബിൾ ടു അപ്ലൈ. അപ്പം ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനറി ഫോർ ദി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, എനി ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് സച്ച് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പം ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് പീരീഡ് പറയുന്നത് 12 മന്താണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇളവുകൾ കാൻഡിഡേറ്റ്സിന് ഇളവുകൾ പറഞ്ഞിട്ടുണ്ട്. SC കാൻഡിഡേറ്റ്, OBC കാൻഡിഡേറ്റിനെല്ലാം ഇളവുകൾ 5 വർഷത്തെ 3 വർഷത്തെ ഇളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അപേക്ഷിക്കുക. ഫീസിലും അതുപോലെ തന്നെ ഇളവുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങളെല്ലാവരും കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. നമുക്കിതിൻ്റെ കേരളത്തിലേക്കുള്ള ഇത് ഇതിൻ്റെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ജനറൽ ഫിറ്റ്നസ് അവയർനെസ് 20 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 20 മാർക്ക്, കമ്പ്യൂട്ടർ നോളജ് 20, ജനറൽ ഇംഗ്ലീഷ് 20, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ക്വസ്റ്റ്യൻ 20 മാർക്കിന്. അപ്പോൾ ടോട്ടൽ 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 60 മിനിറ്റാണ് സമയം. അപ്പോൾ ഇതിൻ്റെ ലിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയതിന് ശേഷം അപേക്ഷിക്കുക. ഫൈനൽ സെലക്ഷൻ പ്രൊസീജിയറും എല്ലാം പറയുന്നുണ്ട്. കോൺടാക്ട് ഫോർ അപ്രൻറ്റിഷിപ്പ് പറയുന്നുണ്ട് ഇവിടെ. ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റൈഫൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. 15,000 രൂപയാണ് സ്റ്റൈഫൻ ബെനിഫിറ്റ് പറയുന്നത്. ഇതിൻ്റെ ഒട്ടേറെ വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ മുഴുവൻ ഒത്തിരി വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ ജനറൽ കാൻഡിഡേറ്റിന് 600 രൂപ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കുന്നത്. ഫീസ് 200 രൂപ. ടോട്ടൽ ഫീസ് വരുന്നത് 944 ജനറൽ കാൻഡിഡേറ്റ്സിന്. ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ജനറൽ EWS OBC ഫീമെയിൽസിന് 708, മെയിൽസിനാണ് 944. അപ്പോൾ SC കാൻഡിഡേറ്റ് ഫീമെയിൽസിന് 236, PWD കാൻഡിഡേറ്റ് 236. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അപേക്ഷിക്കാൻ ഞാൻ വലിയ വീഡിയോ ആയി പോവാതെ വേണ്ട ഡീറ്റെയിൽസ് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് അപേക്ഷിക്കുക. നമുക്ക് കേരളത്തിലെ എന്തുമാത്രം വേക്കൻസികളാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡൽഹിയിലേക്കും ഗോവയിലേക്കും ഗുജറാത്ത് എല്ലാ സ്റ്റേറ്റിലേക്കും ഡിഫറെൻറ്റ് വേക്കൻസികളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയിട്ട് നോക്കാം. കേരളത്തിലേക്ക് ഏകദേശം 116 വേക്കൻസിയാണ്. 12/1/31, 12/60/1/2/1 എന്ന രീതിയിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അപ്പോൾ SC കാൻഡിഡേറ്റ്, ST കാൻഡിഡേറ്റ്സ്, OBC, EWS, UR, VI, HI, OH, ID കാൻഡിഡേറ്റിന് എല്ലാവർക്കും വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏകദേശം ടോട്ടൽ 116 വേക്കൻസികളാണ് കേരളത്തിലേക്ക് മാത്രം വന്നിരിക്കുന്നത്. അപ്പോൾ അപേക്ഷിക്കാൻ വരുന്നവരെ അപേക്ഷിക്കുക. ഡീറ്റെയിൽസ് എല്ലാം കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. കേരളയ്ക്ക് 116, എറണാകുളം 11, ഇടുക്കി 4, കണ്ണൂർ 5, കാസർഗോഡ് 1, കോട്ടയം 9, കോഴിക്കോട് 4, മലപ്പുറം 3, പാലക്കാട് 5, തൃശ്ശൂർ 10, വയനാട് 4, ആലപ്പുഴ 8, കൊല്ലം 16, പത്തനംതിട്ട 16, തിരുവനന്തപുരം 20 എന്നീ ഇതിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാ സ്റ്റേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അപേക്ഷിക്കുക. Thank you for watching my video. Please like and subscribe my channel.